പത്തനംതിട്ടയിലെ തിരുവല്ല വളഞ്ഞവട്ടത്ത് വിരണ്ടോടിയ പോത്ത് 4 പേരെ കുത്തി പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റവരിൽ ഒരാൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. CK അഭിലാൽ വിവരങ്ങൾ വേണ്ട. അഭിലാൽ, അദ്ദേഹത്തിന്റെ പരിക്ക് ഗൗരവമുള്ളതാണോ? എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചത്? രതീഷ്, വളഞ്ഞവട്ട സ്വദേശി സുരേഷ് എന്ന കർഷകന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ പോത്ത്. രാവിലെ 8 മണിയോടുകൂടിയാണ് പോത്ത് കെട്ട് പൊട്ടിച്ചുകൊണ്ട് വിരണ്ട് ഓടുന്നത്. രാവിലെ മേയാൻ ആയി കെട്ടിയിരുന്ന സ്ഥലത്തു നിന്നും വിരണ്ട് ഓടുകയായിരുന്നു. ഏറെക്കുറെ 4.5 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടും പോത്തിനെ പിടികൂടാനുള്ള ശ്രമം വിഫലമായി തന്നെ തുടരുകയാണ്. ഇതിനിടയിൽ അതായത് രാവിലെ കെട്ടിയ സ്ഥലത്തു നിന്നും 8 മണിയോടുകൂടി പോത്ത് വിരണ്ട് ഓടുകയും അങ്ങനെ പ്രദേശവാസികളും കർഷകനും ചേർന്ന് ഇതിനെ കെട്ടാൻ വേണ്ടിയുള്ള ആദ്യഘട്ട ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി സഹായം തേടി അവർ പോലീസിനെ ഫയർഫോഴ്സിനെ ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെ തിരുവല്ല ഫയർ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ സംഘം എത്തി ഇതിനെ പിടികൂടാൻ നടത്തിയ ശ്രമത്തിനിടയിൽ ഉദ്യോഗസ്ഥർക്ക് അവർ നിന്നിരുന്ന സ്ഥലത്തേക്ക് പോത്ത് ഓടിയെത്തുകയായിരുന്നു. അങ്ങനെ പ്രാണരക്ഷാർത്ഥം ഓടിയ ഫയർഫോഴ്സ് ജീവനക്കാരൻ വർഗീസ് ഫിലിപ്പ് വീഴുകയും അയാളുടെ ശരീരത്തിൽ ചവിട്ടി പോത്ത് ഓടിപ്പോവുകയുമാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ പരിക്ക് സാരമുള്ളതല്ല. തിരുവല്ല ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രി അദ്ദേഹം ചികിത്സ തേടിയിട്ടുണ്ട്. ഇയാളെ കൂടാതെ ഇതിനെ പിടികൂടാൻ ശ്രമിച്ചവരിൽ മറ്റ് 4 പേർ കൂടി വീണ് പരിക്കേറ്റിട്ടുണ്ട്. പോത്തിനെ പിടികൂടാനുള്ള ശ്രമം കൂടുതൽ ആളുകളുടെ സഹായത്തോടു കൂടി പുരോഗമിക്കുകയാണ്. ശരി, CK അഭിലാലാണ് ആ വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങളിൽ തന്നെ എത്രത്തോളം ഭയാനകമായ അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമാക്കും.